നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ പാട്ട് അപ്ലോഡ് ചെയ്ത സ്റ്റുഡിയോയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് മതി. സ്റ്റുഡിയോ ഏതാണെന്ന് അറിഞ്ഞാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. RKM സ്റ്റുഡിയോയാണ്. MG നഗറിലെ 3rd സ്ട്രീറ്റിലാണ് സ്റ്റുഡിയോ. സ്റ്റുഡിയോ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. ഓക്കെ. ആ സ്റ്റുഡിയോ മാനേജറെ പൊക്കി ഇടി കൊടുക്കുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവൻ തന്നെ തത്ത പറയുന്നത് പോലെ പറയും. ഞങ്ങൾ എന്തായാലും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ആ കൃഷ്ണതുളസിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്കൊരു ഗുണം കിട്ടിയ അതിൻ്റെ പ്രതിഫലം കൃത്യമായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ദേ, കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിച്ച് തന്നാൽ ഇതിൻ്റെ ഇരട്ടി കാശ് ഞാൻ നിങ്ങൾക്ക് ഇനിയും തരും. ഞങ്ങൾ കണ്ടുപിടിച്ച് തരും സാർ. ചെല്ല്. ശരി. നമുക്ക് നാളെ 9 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം. 10 മണിക്കാണ് റെക്കോർഡിംഗ്. കൃഷ്ണ തുളസിയുടെ സോങ് നമ്പർ 2. താൻ എന്താ പറഞ്ഞ? നാളത്തെ റെക്കോർഡിങ്ങിന് വരുന്നില്ലെന്നോ? മനസ്സിൽ എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അമൃതയെടുത്ത് എന്തിനാ അകൽച്ച കാണിക്കുന്നത്? അതുകൊണ്ട് ഒന്നിലും ഒരു താല്പര്യവും വരുന്നില്ല. ഇടോ, കൃഷ്ണ തുളസിയുടെ പാട്ട് പല തലങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ അമ്മ വരെ അതിന്റെ സ്വാധീനത്തില്. തുടരെ തുടരെ ഒരു 5 സോങ് പുറത്തു വരട്ടെ. അതോടെ കൃഷ്ണ തുളസി ഒരു തരംഗാവും. വിവേക് ഇന്ന് രാത്രി എത്തും. സ്റ്റുഡിയോ ഒക്കെ സെറ്റാക്കി കഴിഞ്ഞു. നമ്മൾ രാവിലെ 9 മണിക്ക് പുറപ്പെടുന്നു. മാറ്റമില്ല. പക്ഷേ മനസ്സിൽ ഒരു സന്തോഷമില്ലാതെ നമ്മൾ എങ്ങനെ പാടും സർ? എനിക്കാണെങ്കിൽ പാട്ടൊന്നും പുറത്തു വരില്ല. മനസ്സൊന്ന് ഡള്ളായതുപോലെ. ഈ ഡൾനെസ്സേ ഇപ്പൊ മാറ്റിത്തരാം. ഈ ചിരി കണ്ടാലറിയാം നാളെ പാടാനുള്ള മൂഡ് വന്നു. ഇനിയും സന്തോഷമായില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. 15-ാം തീയതി നമ്മളുടെ കല്യാണം. ആ ദിവസത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. രാവിലെ താലികെട്ട്, പിന്നെ അമ്പലത്തിൽ ഏതെങ്കിലും ബന്ധുക്കൾ വരും. പിന്നെ രാത്രി തറയിൽ വിരിക്കുന്ന ഷീറ്റ് ചുരുട്ടി കൂട്ടിയെടുത്ത് ഒരൊറ്റയേറ്. എന്നിട്ട് കട്ടിലേക്ക് ഒരു പ്രൊമോഷൻ. ഇനി ചുമ്മാതിരിക്കുന്ന പ്രശ്നമേ ഇല്ല. 15-ാം തീയതി കേൾക്കണ്ടേ? കേട്ടേ പറ്റൂ. 15-ാം തീയതി രാത്രി നമ്മുടെ ആദ്യ രാത്രി. പിന്നെ അങ്ങോട്ട് എല്ലാ രാത്രികളും ആദ്യ രാത്രി. പാട്ടും ചിരിയും അങ്ങനെ 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 ഹണിമൂൺ രാത്രി. താൻ തന്നെ പറഞ്ഞിരുന്നല്ലോ എനിക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ച്. ആ സന്തോഷങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ ഇന്നേ തയ്യാറെടുക്കുക. അപ്പോ നാളെ പാടില്ല. കൃഷ്ണ തുളസി ആരാണെന്ന് നമ്മൾ നാളെ കണ്ടുപിടിക്കും. നാളെ റെക്കോർഡിംഗ് ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ സ്റ്റുഡിയോയുടെ നടയിലുണ്ടാവും.
താങ്ക് യു ജഗൻ, താങ്ക് യു സോ മച്ച്. കൃഷ്ണ തുളസിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എടുക്കും. ആരാണ് കൃഷ്ണ തുളസി, എന്തുകൊണ്ടാണ് അവള് പേര് വെളിപ്പെടുത്താത്തത്, അവളുടെ ഫോട്ടോ ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അത് മതി. ഒരു ആകാംക്ഷ, എന്താ അവള് ഫോട്ടോ വയ്ക്കാത്തത്, മീഡിയാസിൽ എന്താ വരാത്തത്, അതൊക്കെ നമുക്കറിയണം. പറഞ്ഞല്ലോ, നാളെ എല്ലാത്തിനും മറുപടി കിട്ടിയിരിക്കും. അന്ന് സൂചിപ്പിച്ചതുപോലെ വേണമെങ്കിൽ ആ SI ജയേഷിന് കൂടെ കൂട്ടാം. അയ്യോ അങ്കിൾ, അത് വേണ്ട. മമ്മി അന്ന് പറഞ്ഞതുപോലെ തൽക്കാലം ഇതൊക്കെ നമ്മളിൽ മാത്രം നിന്നാ മതി. ഓക്കെ, എങ്കിൽ ശരി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോവാം. അനന്തേട്ടാ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ചുപേരെങ്കിലും വിളിക്കണ്ടേ പുറത്തുനിന്ന്? ശ്യാമയുടെ വീട്ടുകാരും നമ്മളും മാത്രം മതി എന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചുപേരെ മാത്രമായിട്ട് വിളിച്ചാൽ പിന്നെ ഒരുപാട് പരാതി വരും. അതും ശരിയാ. ആ മോളെ, മോളെ വാ, മോളെ വാ. മോളെ, വിവാഹത്തിന് മറ്റുള്ള ബന്ധുക്കളെയൊക്കെ വിളിക്കുന്ന കാര്യം സംസാരിക്കുകയായിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയ്ക്കും അച്ഛനും വിഷമം തോന്നുമോ? ഏയ്, മോള് കാര്യം പറ. അല്ലമ്മേ, ഇപ്പൊ എന്തിനാ ഇങ്ങനൊരു വിവാഹം നടത്തുന്നേ? എന്താ മോളെ? അല്ല, ഈ വിവാഹം നടത്തേണ്ടതുണ്ടോന്ന്. എന്താ മോൾ അങ്ങനെ ചോദിക്കുന്നേ? അമ്മ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ, ഞാനിതുവരെ അവരുടെ വിവാഹം അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ. 2 പ്രാവശ്യവും താലികെട്ട് നടന്നത് പ്രതീക്ഷിക്കാതെയാ. 2 പ്രാവശ്യം എനിക്ക് എതിർപ്പായിരുന്നു. ആ എതിർപ്പ് കുറച്ചു ദിവസം മുമ്പ് വരെ തുടരുകയും ചെയ്തിരുന്നു. അവരുടെ കല്യാണം പിരിഞ്ഞു പോയെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുക മാത്രമല്ല, പുറത്ത് പറയുകയും ചെയ്തിരുന്നു. ഇടയ്ക്ക് അഖിയുടെ ഞാൻ മനസ്സ് മാറ്റിയില്ലേ. ശ്യാമ അവളുടെ വീട്ടിൽ നിർത്തി. അഖിയെ കൊണ്ട് വേറൊരു പെണ്ണിനെ താലി കെട്ടിക്കുന്നത് വരെ എത്തിയില്ലേ കാര്യങ്ങള്. ഇപ്പോഴാ ഞാൻ മനസ്സുകൊണ്ട് ശ്യാമയെ എന്റെ മരുമകളാക്കിയത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഇനിയാണ് അഖി ശ്യാമയുടെ കഴുത്തിൽ താലി കെട്ടുന്നത്. അല്ല, മോൾക്കെന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ? ഒന്നുമില്ലമ്മേ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.